ഹലോ, നമുക്കിന്ന് അവക്കാഡോ സാൻഡ്വിച്ച് ഉണ്ടാക്കാമേ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വാ. നമുക്ക് ഈ അവക്കാഡോ ഒരു പാത്രത്തിലോട്ടാക്കാമേ. എന്നിട്ടൊരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. അതായത് ആ ഒരു കട്ടിയൊക്കെ മാറി നല്ല സോഫ്റ്റ് പരുവത്തിലാക്കി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് സവാളയും തക്കാളിയും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് നല്ല ഒരു രീതിയിൽ യോജിപ്പിച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. എനിക്കിതിലൊരു കാര്യം മിസ്സായിപ്പോയി, നാരങ്ങ നീര് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുണ്ടാക്കുമ്പം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക, നാരങ്ങ നീരും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ച ശേഷം പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് നമുക്ക് ബ്രെഡ്, എനിക്കിവിടെ ചെറിയ സൈസിലുള്ള ബ്രെഡാണ് കിട്ടിയത്. സാൻഡ്വിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടും, നല്ല വലിപ്പമുള്ളത്. അതും കുറച്ച് ബ്രൗൺ ബ്രെഡ്, അതും കൂടി ആണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. എനിക്കിപ്പോൾ ഇത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ബ്രെഡ് നമ്മൾ നന്നായിട്ട് ചൂടാക്കി മുരിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കണം. ഈ ഫില്ലിങ് എല്ലാം നന്നായിട്ട് 4 വശത്തും നമ്മൾ തേച്ച് നല്ല എല്ലായിടത്തും വരുന്ന രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അത് വെച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഈ ബാറ്റർ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് കൂടി വെക്കുന്ന രീതിയിൽ എടുക്കുക. ഇതെല്ലാം ഫില്ല് ചെയ്ത ശേഷം ഞാൻ ജസ്റ്റ് ആ ഒരു ക്രോസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പാനിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് നമുക്ക് കിട്ടും. ഇത് നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് റിവ്യൂ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.